വാർത്തകൾക്കും പരിപാടിയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിന്റെ ഭാഗമായുള്ള സ്പോട്ട് അഡ്മിഷനുള്ള അവസരം ഇപ്പോൾ വിളിച്ചിരിക്കുകയാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്കും നിലവിൽ അപേക്ഷ സമർപ്പിച്ചിട്ടും വിവിധ നിലവിൽ അലോട്ട്മെന്റ് സമർപ്പിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാതിരുന്നവർക്കും ഈ ഘട്ടത്തിൽ അവസരമുണ്ട്. നമുക്ക് നോക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻസ് പത്രക്കുറിപ്പ് നമുക്ക് നോക്കാം. 2026-27 അധ്യയന വർഷത്തെ ബിരുദ പ്രവേശനം പുതിയ സമയക്രമം. 2026-27 അധ്യയന വർഷത്തെ ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോളേജ് ബാർ പ്രോഗ്രാം ഓപ്ഷനുകൾ എഡിറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യം 14/8/2026 മുതൽ 16/8/2026 രാത്രി 8 മണി വരെ ലഭ്യമായിരിക്കും. അതായത് ഓഗസ്റ്റ് മാസം 14 മുതൽ ഓഗസ്റ്റ് മാസം 16 വരെ 16 വൈകിട്ട് 8 മണി വരെ ലഭ്യമായിരിക്കും. തുടർന്ന് റാങ്ക് ലിസ്റ്റ് 19/8/2026 വൈകുന്നേരം 5 മണിക്ക് പ്രസിദ്ധീകരിക്കുന്നതാണ്. റാങ്ക് ലിസ്റ്റ് ഓഗസ്റ്റ് മാസം 19 പ്രസിദ്ധീകരിക്കും. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 4/9/2026 വരെ ആയിരിക്കും. അത് സെപ്റ്റംബർ മാസം 9 വരെ എന്ത് ചെയ്യും, റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ടാവും. സെപ്റ്റംബർ മാസം 4 വരെ. സെപ്റ്റംബർ മാസം 4 വരെ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ടാകും. റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം 4/9/2026, അത് സെപ്റ്റംബർ മാസം 4-നകം പൂർത്തീകരിക്കേണ്ടതാണ്. റാങ്ക് ലിസ്റ്റ് വഴിയുള്ള പ്രവേശനത്തിന് ശേഷം സ്പോട്ട് അഡ്മിഷൻ മുഖാന്തരമുള്ള പ്രവേശനത്തിന് 11/9/2026 പൂർത്തീകരിക്കേണ്ടതാണ്. സ്പോട്ട് അഡ്മിഷൻ്റെ അത് സെപ്റ്റംബർ മാസം 11-നകം പൂർത്തീകരിക്കേണ്ടതാണ്. 2026-27 അധ്യയന വർഷത്തെ ബിരുദ പ്രവേശന നടപടിക്രമങ്ങൾ 11/9/2026 അവസാനിക്കുന്നതാണ്. സെപ്റ്റംബർ മാസം 11 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി പ്രവേശനം ഈ വർഷത്തെ 2026-27 അധ്യയന വർഷത്തെ ഡിഗ്രി പ്രവേശനത്തിനുള്ള നടപടിക്രമങ്ങൾ എന്ത് ചെയ്യും, 11/9/2026 സെപ്റ്റംബർ മാസം 11 അവസാനിക്കും. 20/8/2026 തീയതി മുതൽ ലേറ്റ് രജിസ്ട്രേഷൻ വീണ്ടും ലഭ്യമായിട്ടുണ്ട്. ഓഗസ്റ്റ് മാസം 20 മുതൽ ലേറ്റ് രജിസ്ട്രേഷനുള്ള സൗകര്യം ലഭ്യമായിട്ടുണ്ട്. വിദ്യാർത്ഥികൾ പുതിയ സമയക്രമം ശ്രദ്ധാപൂർവം പാലിക്കേണ്ടതും യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ സ്ഥിരമായി സന്ദർശിച്ച് പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകൾ പരിശോധിക്കേണ്ടതുമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ യൂണിവേഴ്സിറ്റി സൈറ്റ് നോക്കിയില്ലെങ്കിൽ നമ്മൾ വീഡിയോ ആയിട്ട് അറിയിക്കും. അപ്പോൾ കാണുന്ന